എറിക് ഫ്രോം എന്ന ഒരു സൈക്കോ അനലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഒരുപക്ഷെ ആദ്യം സൈക്കോളജിയും പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പോളിറ്റിക്സ് ആൻഡ് സൈക്കോ അനാലിസിസ് വളരെ പ്രശസ്തമാണ്. എറിക് ഫ്രോം ഒരു പേഴ്സണാലിറ്റി ടൈപ്പോളജിസ്റ്റ് കൂടെയായിരുന്നു. പലതരം വ്യക്തിത്വ പ്രത്യേകതകൾ അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ പലതരം പൊളിറ്റീഷ്യൻസിന് ഈ പൊളിറ്റീഷ്യൻസ് എങ്ങനെയായിരിക്കണം, ഏത് വ്യക്തിത്വമുള്ളവരായിരിക്കണം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയും ചെയ്തു. ഈ പ്ലേറ്റോ വളരെ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യം ഭരിക്കേണ്ടത് ഫിലോസഫർ കിങ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് ആയിരിക്കണം. H.J. ഐസങ്ക് എന്നൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ലണ്ടൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഈ രാഷ്ട്രീയക്കാരുടെ വ്യക്തിത്വത്തെ പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം സൈക്കോളജി ഓഫ് പോളിറ്റിക്സ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഈ രാഷ്ട്രീയക്കാരുടെ വ്യക്തിത്വ പ്രത്യേകതകളെ പറ്റി അദ്ദേഹം പറയുന്നു. അത് വെറുതെ പറയില്ല, അദ്ദേഹത്തിൻ്റെ ഒബ്ജക്റ്റീവായിട്ടുള്ള പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്, സൈക്കോളജി ഓഫ് പോളിറ്റിക്സ്. എനിക്കൊരു അടുത്ത സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വർഷം പ്രസിഡൻ്റായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടി തുടങ്ങാനിടയായ സാഹചര്യവും എങ്ങനെ ഇദ്ദേഹത്തിന് അതിൻ്റെ പ്രസിഡൻ്റാക്കിയെന്നൊക്കെ ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരംഗമായിരുന്നു ഈ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയത്. അപ്പോൾ ആ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഗ്രൂപ്പിസങ്ങളും മത്സരങ്ങളും കറപ്ഷനും മറ്റും കണ്ട് സഹികെട്ടാണ് ഇദ്ദേഹം ആ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി. അപ്പോൾ എൻ്റെ സുഹൃത്തിനെ അദ്ദേഹം പിടിച്ച് മെമ്പറാക്കി ആദ്യം. അതായത് ഈ കിടമത്സരങ്ങളും കുത്തിത്തിരിപ്പുകളും കറപ്ഷനൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി വേണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം വളരെ സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പൊതുവെ എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി എന്നറിഞ്ഞ ഉടൻ തന്നെ ആളുകൾ വന്ന് ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിച്ചു. അപ്പം എന്തിനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മാസാമാസം പടിയിടാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ മാസം തോറുമുള്ള പടി വേണ്ട എന്നെങ്ങനെ പറയും? കാരണം രാഷ്ട്രീയ പാർട്ടി വളരണമെങ്കിൽ പൈസ വേണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഒരു ഇലക്ഷൻ ജയിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഫണ്ട് വേണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇലക്ഷനും MP ആയാലും MLA ആയാലും ജയിക്കാൻ പോകുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് വന്ന് പൈസ തരാമെന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറയാനുള്ളൂ. അപ്പോൾ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു. മാസാമാസം ഭീമമായ തുകകൾ നമ്മുടെ അക്കൗണ്ടിൽ വരും. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ജയിച്ചു എന്നിരിക്കട്ടെ, MLA MP ആയെന്നിരിക്കട്ടെ, അപ്പോൾ ഇവർ വന്ന് എന്തെങ്കിലും സഹായം ചോദിക്കും. ഒരു നല്ല ന്യായമായ കാര്യത്തിന് MLAയുടെ MP സഹായം ആവശ്യം ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും അവിഹിതമായ കാര്യത്തിനുള്ള സഹായമായിരിക്കും ഇവർ വന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇന്ന് നമ്മൾ സാരമായ ഫണ്ട് പറ്റിക്കഴിഞ്ഞു. അപ്പോൾ ഇവരെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല.
അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഇന്നത്തെ ഈ ചുറ്റുപാടിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കണമെങ്കിൽ ഈ കറപ്ഷൻ നടത്തിയേ പറ്റുള്ളൂ. ഈ ന്യായവും നീതിയും മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് രാഷ്ട്രീയ രംഗത്ത് വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പുതിയ പാർട്ടി അവരെ പിരിച്ചുവിട്ടു. അപ്പം ഇവർ കൂടുതലായിട്ട് ഈ ചരിത്രം നോക്കിയപ്പോൾ പണ്ടും ഇങ്ങനത്തെ പാർട്ടികൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സ്വതന്ത്ര പാർട്ടി, അവർ ഏറ്റവും ആധുനികമായിട്ടുള്ള രാഷ്ട്രമീമാംസ സങ്കല്പങ്ങൾ അനുസരിച്ചാണ് ഈ സ്വതന്ത്ര പാർട്ടി ഉണ്ടായത്. അതായത് ഈ നമുക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങളാണ് വേണ്ടത്: പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അതായത് ആദ്യം ഉള്ളത് പ്രൈവറ്റൈസേഷൻ. ഇത് യുനെസ്കോ, അതായത് ഈ ആഗോള തലത്തിലുള്ള എക്കണോമിക്സ് പഠനം നടത്തി അവർ കണ്ടുപിടിച്ചിട്ടുള്ള തത്വങ്ങളാണ് ഇത്. അതായത് ഗവൺമെൻറ് ഒരു അമ്പയർ മാതിരി നിൽക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ജോലി. കഴിയുന്നിടത്തോളം പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസൊക്കെ പ്രൈവറ്റിൽ വിടണം. ഇപ്പോൾ പ്രൈവറ്റിലാണ് വിദ്യാഭ്യാസം, ബിസിനസ്, ഇൻഡസ്ട്രി ഇതെല്ലാം നടക്കേണ്ടത്. അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടു. പിന്നെ ഈ ബിസിനസ്സുകളെല്ലാം പ്രൈവറ്റിൽ വിട്ടേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ലോകത്ത് ഒരു രാജ്യത്തും ഈ ഗവൺമെൻറ് എല്ലാം ചെയ്യണമെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഒരു കാലം വരെ ക്യൂബൻ മോഡൽ, നോർത്ത് കൊറിയൻ മോഡലൊക്കെ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ക്യൂബയിലും നോർത്ത് കൊറിയയിലും ഉൾപ്പെടെ ഈ കമ്മ്യൂണിസം നിലനിന്ന രാജ്യങ്ങളിലെല്ലാം പ്രൈവറ്റൈസേഷൻ കൂടിക്കൂടി വരികയാണ്. കാരണം അവർക്കെല്ലാം കാര്യം മനസ്സിലായി. കാരണം കാര്യക്ഷമമായിട്ട് ഒരു രാജ്യം പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ 3 തത്വങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. എത്ര നന്നായിട്ട് പാലിക്കപ്പെടുന്നു അത്രയും കൂടുതൽ വേഗത്തിൽ നമുക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ഗവൺമെൻറ് കുറേ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. എങ്കിലേ കൂടുതൽ കമ്മീഷനുകൾ, കൈക്കൂലികളും മറ്റും വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഗവൺമെൻറ് ഒരു കെട്ടിടം കെട്ടുകയാണെങ്കിൽ അതിൻ്റെ പടി ഈ പാർട്ടിക്ക് കിട്ടുള്ളൂ. അതായത് ഗവൺമെൻറ് കഴിയുന്നതും കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് ചെയ്യണം. അപ്പോഴേ പാർട്ടിക്ക് ഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ട് ഉള്ള പ്രശ്നം. ഈ ആളുകൾക്ക് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞത്. ഈ എല്ലാം പ്രൈവറ്റൈസ് ചെയ്യുന്ന രാജ്യത്ത് പെട്ടെന്ന് സാമ്പത്തിക വികസനം ഉണ്ടാകും. അപ്പോൾ കൂടുതൽ ജനസംഖ്യ ഉണ്ടെങ്കിൽ അത്രയും പേര് സാമ്പത്തിക വികസനത്തിന് വേണ്ടി ജോലി ചെയ്യും. അപ്പോൾ കൂടുതൽ വേഗത്തിൽ സാമ്പത്തിക വികസനം ഉണ്ടാകും. ഈ കൂടുതൽ പ്രൈവറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളിൽ ജനസംഖ്യ കുറവാണെന്നുള്ളതാണ് പ്രധാന പ്രശ്നം. പക്ഷേ ഗവൺമെൻറ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യങ്ങളിൽ ജനസംഖ്യ എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമാണ്. ജനസംഖ്യ കൂടുന്തോറും തൊഴിലില്ലായ്മയും വർദ്ധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഇന്നത്തെ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽക്കണമെങ്കിൽ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അതോടെ കാര്യക്ഷമതയും കുറയും, സാമ്പത്തിക വികസനം മുരടിക്കും, തൊഴിലില്ലായ്മയും വർദ്ധിക്കും. പക്ഷേ ഗവൺമെൻറ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പില്ല.
അപ്പോൾ ഇതാണ് ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം. ഇപ്പം ജനങ്ങൾ എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റി കൂടുതൽ ബോധവാന്മാർ ആയെങ്കിൽ ഈ ഒരു ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൊടുക്കുന്ന ഒരു പ്രചാരണം ഈ സാമ്പത്തിക വികസനം ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നത് കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖല വികസിക്കുന്നതനുസരിച്ചാണ് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതും സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതും. അപ്പോൾ ഇതിനെപ്പറ്റി ധാരാളം പഠനങ്ങൾ നടന്നതിൻ്റെ ഫലമായിട്ടാണ് UNO ഈ പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള 3 തത്വങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ ആചാര്യന്മാരുണ്ടായിരുന്നു. എല്ലാ യൂണിവേഴ്സിറ്റികളിലും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് എക്കണോമിക്സ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി കാണാനില്ല. അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞു. ഇന്ന് എക്കണോമിക്സ് എല്ലാവരും തന്നെ ഫ്രീ മാർക്കറ്റ് എക്കോണമിക്ക് വേണ്ടി ബാധിക്കുന്നവരാണ്. പക്ഷേ ഈ ഇന്നത്തെ മൾട്ടി പാർട്ടി ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് പ്രാവർത്തികമാക്കാൻ പ്രയാസമാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് ഈ പബ്ലിക് സെക്ടർ വികസിക്കുന്നതിൽ കൂടെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ സ്വകാര്യ മേഖലയാണ് വികസിക്കേണ്ടത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താതെ നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നേറാൻ പ്രയാസമാണ്.